ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. സോ അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വരുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ടെക്സ്റ്റിന്റെ പേര് വരുന്നത് മാർക്ക് കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ്. സോ ഇപ്പോൾ ഇതിലെ തേർഡ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോനകത്ത് ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പോർഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രോബ്ലംസ് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. സോ അപ്പോൾ എന്ത് ചെയ്യാം, ആ വീഡിയോസ് കാണാത്ത ആളുകൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് വരുന്നത് മൊമെന്റ്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ് എന്നാണ്. സോ ഇപ്പോൾ ഇതിലെ ഇൻട്രൊഡക്ഷൻ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ബീൻ ഡിസ്കസിങ് എഫക്ട് ഓഫ് ഫോഴ്സസ്. ഇപ്പൊ ഇൻ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഫോഴ്സിന്റെ എഫക്ട്സ് ആണ് ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള എഫക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആക്ടിങ് ഓൺ എ ബോഡി ത്രൂ ലൈൻ ഓഫ് ആക്ഷൻ lines of action or the point of their intersection, but in this chapter we shall discuss the effect of these forces at some other point away from point of intersection of the line of action. അപ്പോൾ എന്താണ് നമ്മൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് ഒരു ഫോഴ്സ് ഒരു സം പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിന് സം അതർ പോയിന്റിലുള്ള എഫക്ട് എന്തായിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a turning effect produced by a force on the body on which it acts. The moment of a force is equal to the product of the force and the perpendicular distance of the point about which the moment is required and the line of action of the force. അപ്പോൾ ഇതില് ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടേണിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ബൈ എ ഫോഴ്സ്. ഇപ്പോൾ ഒരു ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ടേണിംഗ് എഫക്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മൊമെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഇപ്പോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോഡക്റ്റ് ഓഫ് ദ ഫോഴ്സും ദെൻ ആ ഒരു ഫോഴ്സും ഒരു പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ആൻഡ് വിച്ച് ദ മൊമെന്റ് ഈസ് റിക്വയർഡ് ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ്. മാത്തമാറ്റിക്കലി എം ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എൽ അല്ലെങ്കിൽ എഫ് ഇൻറ്റു എൽ നമുക്ക് എടുക്കാം. അതാണ് എന്ത് ചെയ്യുന്നത് മൊമെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ഒരു പോയിന്റ് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഏതെങ്കിലും ഒരു പോയിന്റ് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. ദെൻ അടുത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം, അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം, അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം, അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താണ് ഈ ഒരു പോയിന്റിൽ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ എഫക്റ്റ് എന്തായിരിക്കും? ഓക്കെ, ദെൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് 4 ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് എന്ത് എഫക്റ്റ് ഉണ്ടാവും അതല്ല, അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസിൽ ഈ ഒരു ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് അതുപോലെ തന്നെ ഇത്രയും ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള എഫക്റ്റ് എന്തായിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മൊമെന്റ് ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ അതിന്റെ വാല്യൂ വരുന്നത് ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഗ്രാവിറ്റി റെപ്രസെന്റേഷൻ കൂടെ കൊടുക്കുന്നത്. കൺസിഡർ എ ഫോഴ്സ് പി റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ ലൈൻ എ ബി. സോ അപ്പോൾ എ ബി ആണ് എന്ന് പറയുന്ന ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ എന്ന് പറയുന്നത്. ലെറ്റ് O be the point about which the moment of this force is required to be found. സോ അപ്പോൾ എന്ത് ചെയ്യുക, O എന്ന് പറയുന്ന പോയിന്റിന്റെ അബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ എ ബി എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സിന്റെ മൊമെന്റ് കാണേണ്ടതെന്ന് വിചാരിക്കും. ഫ്രം O draw in OC perpendicular to the AB joint OA. സോ എന്ത് ചെയ്യുക നമ്മൾ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുക OC എന്ന് പറഞ്ഞിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം ON എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ OB നെ ജോയിൻ ചെയ്യുക. Now the moment of force P about O is equal to P into OC is equal to AB into OC. ഇപ്പൊ എന്തായിരിക്കും, ഇപ്പോൾ ഓക്കെ അബൌട്ട് ആയിട്ട് പിയുടെ മൊമെന്റ് എന്ന് പറയുന്നത് P into OC ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ AB into OC ആയിരിക്കും. But AB into OC equal to twice the area of the triangle ABO. Thus, moment of a force about any point equal to twice the area of triangle force
base is line to some scale representing force and whose vertex is the point about which moment is taken. എന്താണ് ഈ ഒരു കേസിൽ എന്താണ് എ ബി ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ആണ് വരുന്നത്. സോ ഇപ്പോൾ ഹാഫ് പി എച്ച് ആണ് എന്ത് ചെയ്യുന്നത് ട്രയാങ്കിളുടെ ഏരിയ. സോ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്തായിരിക്കും, ഇപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിളുടെ ബേസ് ലൈൻ ആണ് ഫോഴ്സ്, അതുപോലെ തന്നെ എന്താണ് ഒരു വേർട്ടെക്സിനെ അബൌട്ട് ആയിട്ടാണ് നമ്മൾ മൊമെന്റ് കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മൊമെന്റ് എന്ന് പറയുന്നത് ആ ഒരു ട്രയാങ്കിളുടെ ഏരിയയുടെ ട്വൈസ് ആയിരിക്കുന്നതാണ്. അടുത്തത് യൂണിറ്റ് ഓഫ് മൊമെന്റ്. സിൻസ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ്, therefore the unit of moment will depends upon unit of force and distance. Thus if the force is Newton and the distance is in meters, then unit of moment will be in Newton meter. Similarly, unit of moment may be kilonewton meter, then Newton mm. So ഇപ്പോൾ എന്താണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മൊമെന്റ് എന്താണ് ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ അപ്പോൾ ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം ന്യൂട്ടണിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ കിലോ ന്യൂട്ടണിൽ റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ തന്നെ മീറ്റർ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ മീറ്ററിലോ മില്ലിമീറ്ററിലൊക്കെ റെപ്രസെന്റ് ചെയ്യാം. സോ ഇപ്പോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്തിനെ ഫോഴ്സിന്റെ യൂണിറ്റിനെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ യൂണിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ പറയുന്നത്. സോ ഇപ്പോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം. എല്ലാ ഫോഴ്സ് ഏത് യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഏത് യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്, അതിനനുസരിച്ച് എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് മൊമെന്റ്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് മൊമെന്റ് വരുന്നുണ്ട്, ക്ലോക്ക് വൈസ് മൊമെന്റും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും. സോ ഇപ്പോൾ ക്ലോക്ക് വൈസ് എന്താ നോക്കാം. ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് whose effect is to turn or rotate the body about a point in same direction in which hand of a clock move. ഒരു ക്ലോക്ക് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ടേണിംഗ് എഫക്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയാം. ദെൻ ആന്റി ക്ലോക്ക് വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. സോ അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് whose effect is to turn or rotate the body about a point in opposite direction in which the hand of a clock moves. അപ്പോൾ ഒരു ക്ലോക്കിന്റെ ഹാൻഡ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് ഒരു ഫോഴ്സ് ഒരു ബോഡീനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് വിളിക്കാം. Then Varignon's principle of moment or law of moment. It states if a number of coplanar forces are acting simultaneously on a particle, the algebraic sum of moments of all forces about any point is equal to moment of their resultant force about same point. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അല്ലെങ്കിൽ ലോ ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? സോ ഇപ്പോൾ വാരിഗ്നൻസ് ലോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സെയിം ലൈനിൽ ആക്ട് ചെയ്യുന്ന ഒരുപാട് ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ ആൾജിബ്രൈക് സം ഓഫ് മൊമെന്റ് ഓഫ് ഓൾ ഫോഴ്സ് അബൌട്ട് എ പോയിന്റ്. അപ്പോൾ ഒരു പോയിന്റിനായിട്ട് അബൌട്ട് ആയിട്ടുള്ള എല്ലാ മൊമെന്റിന്റെയും ആൾജിബ്രൈക് സം എന്ന് പറയുന്നുണ്ടായിരിക്കും സം ഈക്വൽ ടു മൊമെന്റ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് അബൌട്ട് സെയിം പോയിന്റ്. അപ്പോൾ ആ ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് ആ ഒരു നമ്പർ ഓഫ് ഫോഴ്സസിന്റെ റിസൾട്ടന്റിന്റെ മൊമെന്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സിമ്പിൾ ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫോഴ്സസിന്റെ ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, റിസൾട്ടന്റിന്റെ ആ പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് കണ്ടാൽ മതി. അടുത്തൊരു സെക്ഷൻ നോക്കാം, ആപ്ലിക്കേഷൻസ് ഓഫ് മൊമെന്റ്സ്. മൊമെന്റ്സിന്റെ ആപ്ലിക്കേഷൻ എവിടെ നോക്കാം. The moments have a number of applications in field of engineering science. Yet the following are important from the subject point of view. Position of the resultant force, the levers. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സിന്റെ പൊസിഷൻ അതുപോലെ തന്നെ ലിവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് രണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. സോ പൊസിഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് ബൈ മൊമെന്റ്സ് എങ്ങനെ നോക്കാം. ഇറ്റ് ഈസ് നോൺ an analytical method for a resultant force. The position of a resultant force may be found out by moments as discussed below. മൊമെന്റ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസൾട്ടന്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ find out the magnitude and direction of the resultant force by method of resolution as discussed earlier in chapter composition and resolution of force. അതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. ഇപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതുപോലെ navigate the moment of the resultant force with the algebraic sum of moments of given system of force about any point. This may also made
This may also be found out by equating some of clockwise moments and the rough anti-clockwise moments about the point through which a resultant force will pass. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് equate moment of resultant force with algebraic sum of moments of given system of force about any point. അപ്പോൾ ഏതൊരു പോയിന്റിന്റെ അബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യാം ആൾജിബ്രായിക് സം ഓഫ് മൊമെന്റ്സും അതേപോലെ തന്നെ എന്ത് ചെയ്യുക റിസൾട്ടന്റും ഈ ഒരു റിസൾട്ടന്റ് കാരണമുള്ള മൊമെന്റ് എന്ത് ചെയ്യുക ഇക്വേറ്റ് ചെയ്യുക. ദിസ് മേ ഓൾസോ ഫൗണ്ട് ഔട്ട് ബൈ ഇക്വേറ്റിംഗ് സം ഓഫ് ക്ലോക്ക്വൈസ് മൊമെന്റ്സ് ആൻഡ് other of anti-clockwise moments about the point through which the resultant force will pass. അപ്പോൾ resultant force പാസ് ചെയ്യുന്ന പോയിന്റിനെ അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യുക ക്ലോക്ക്വൈസ് മൊമെന്റും അല്ലെങ്കിൽ ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ്സും ഇക്വേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതിന് പകരം ഇത് ചെയ്താലും മതി. അടുത്ത ലിവേഴ്സ്. A lever is a rigid bar, straight or curved or bent, and is hinged at one point. It is free to rotate about the hinged end called fulcrum. The common example of use of lever are cow bar, a pair of scissors, a finger tongue, a fire tongue. It may be noted there is a point for effort called effort arm and another point for overcoming the resistance or lifting load called load arm. Lever എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്താണ് വൺ പോയിന്റിൽ ഹിഞ്ച് ചെയ്തിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്ത് ചെയ്യാം ആ ഒരു ഹിഞ്ചഡ് പോയിന്റിനെ അബൌട്ടായിട്ട് എന്ത് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിജിഡ് ബാർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ലിവർ എന്ന് പറയുന്നത്. സോ അപ്പൊ അതിലെന്തായിരിക്കും ഒരു എഫർട്ട് പോയിന്റ് ഉണ്ടായിരിക്കും കോൾഡ് എഫർട്ട് ആം ആൻഡ് പിന്നെന്തായിരിക്കും ഒരു ലോഡ് ആം ഉണ്ടായിരിക്കും. ടൈപ്സ് ഓഫ് ലിവർ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ലിവേഴ്സ്, ദെൻ കോമ്പൗണ്ട് ലിവർ. A lever which consists of one bar having one fulcrum is known as simple lever. എന്താണ് ഒരു ഫൾക്രം ഉള്ള ബാറിനാണ് നമ്മൾ എന്താ വിളിക്കുന്നത് സിമ്പിൾ ലിവർ എന്ന് വിളിക്കുന്നത്. സോ ഇപ്പോൾ 3.16 എയിൽ കൊടുത്തിട്ടുള്ളതാണ്, എയിലും ബിയും കൊടുത്തിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ ലിവർ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ മൊമെന്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അടുത്തത് കോമ്പൗണ്ട് ലിവർ. എ ലിവർ വിച്ച് കൺസിസ്റ്റ് ഓഫ് number of simple levers is known as compound lever. എന്താണ് നമ്പർ ഓഫ് സിമ്പിൾ ലിവർ ഉള്ള ഒരു ലിവറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോമ്പൗണ്ട് ലിവർ എന്ന് വിളിക്കുന്നത്. സോ ഇപ്പോൾ ഇതാണ് ഇതിന്റെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. A little consideration will show that in compound lever the mechanical advantage or leverage is greater than a simple lever. Mathematically, leverage in a compound lever is leverage of first lever into leverage of second lever into etc. So അപ്പോൾ സിമ്പിൾ ലിവറിനേക്കാൾ എന്തായിരിക്കും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കോമ്പൗണ്ട് ലിവറിൽ കൂടുതലായിരിക്കും. ദെൻ ഈ ഒരു ലിവറേജ് കോമ്പൗണ്ട് ലിവറിലെ ലിവറേജ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് എന്തായിരിക്കും പ്രോഡക്റ്റ് ഓഫ് ലിവറേജ് ഇൻ എ നമ്പർ ഓഫ് ലിവേഴ്സ് ആണ്. ദ പ്ലാറ്റ്ഫോം weighing machine is an important example of a compound lever. This machine is used for weighing heavy loads such as truck, wagon along with their contents. On smaller scale, these machines are used in godown and parcel office of transport companies for weighing consignment goods. അപ്പോൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത് വെയിങ് മെഷീൻ. സോ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇത്രേ വരുന്നുള്ളൂ കാര്യം. അപ്പൊ ഈ ഒരു ടെക്സ്റ്റിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, പാരലൽ ഫോഴ്സസ് ആൻഡ് കപ്പിൾസ്. അപ്പൊ ഈ കഴിഞ്ഞ ചാപ്റ്ററിലെ അതുപോലെ തന്നെ ഈ ഒരു 4ാമത്തെ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെ പറയുന്നത് നോക്കാം. അപ്പൊ ഈ ഒക്കെ എന്താണ് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. In previous chapter we have been studying force acting at
one point, but sometimes the given force have their line of action parallel to each other. A little consideration will show that such forces do not meet at any point, though they do not to have some effect on the body on which they act. The force whose line of action are parallel to each other are known as parallel forces. അപ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ് പാരലൽ ഫോഴ്സസിനെ കുറിച്ചാണ്. പാരലൽ ഫോഴ്സസ് എങ്ങനെയായിരിക്കും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യില്ല. ഓക്കെ, സോ അപ്പൊ അതിന് അവരുടെ എഫക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പഠിക്കുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് പാരലൽ ഫോഴ്സസ്. The parallel force may be broadly classified into two following categories, that is depending upon their direction. അപ്പോൾ ലൈക്ക് പാരലൽ ഫോഴ്സസ് ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഫോഴ്സസിനെ അല്ലെങ്കിൽ പാരലൽ ഫോഴ്സസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ദ ഫോഴ്സസ് ഇപ്പൊ എന്താണ് ഡയറക്ഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദ ഫോഴ്സസ് whose line of action are parallel to each other and all of them act in same direction as shown in figure are known as like parallel forces. സോ ഇപ്പൊ എന്തായിരിക്കും എല്ലാ ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ഒരേ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അവരെ പാരലൽ ഫോഴ്സസ് എന്ന് വിളിക്കാം. അടുത്തതാണ് ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സസ് whose line of action are parallel to each other and all of them do not act in same direction. അപ്പൊ എന്തായിരിക്കും ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ എന്തായിരിക്കും ലൈൻ ഓഫ് ആക്ഷൻ ഒക്കെ പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അവരുടെ ആക്ഷൻ എന്തായിരിക്കും ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ആയിരിക്കും, പക്ഷെ എന്നായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം സെയിം ഡയറക്ഷൻ ആയിരിക്കില്ല. അതിനെയാണ് നമ്മൾ അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇതിന്റെ ഡയറക്ഷൻ എല്ലാം എന്താണ് സെയിം ഡയറക്ഷൻ ആണ്. ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണ്. ഇവിടെ എന്താണ് ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണ്, പക്ഷെ എന്താണ് ഇത് അപ്വേർഡ് ആണ്, ഇത് ഡൗൺവേർഡ് ആണ്. ഇത് അപ്വേർഡ്, ഇത് ഡൗൺവേർഡ് ആണ് കൊടുത്തത്. Methods for magnitude and position of resultant of parallel forces. Parallel forcesന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നോക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻഡ് പൊസിഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് അതുപോലെ തന്നെ പൊസിഷൻ. Magnitude and position of resultant force of a given system of parallel forces, like or unlike, may be found out analytically or graphically. So നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട് ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. So analytical method for resultant of parallel forces. For parallel forces result കണ്ടുപിടിക്കാനുള്ള analytical method ആണ്. In this method, sum of clockwise moment is equated with the sum of anti-clockwise moment at a point, about a point. അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു ഇതില് പാരലൽ ഫോഴ്സസിന്റെ പൊസിഷനും അതുപോലെ തന്നെ റിസൾട്ടന്റിന്റെ പൊസിഷനും അതുപോലെ തന്നെ എന്താണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അനലിറ്റിക്കൽ മെത്തേഡ് കൊടുത്തിട്ടുള്ളത് എന്ത് ചെയ്യുക സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെന്റ്സ് അതുപോലെ തന്നെ എന്താണ് സം ഓഫ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സും ഒരു പോയിന്റിന്റെ അബൌട്ടായിട്ട് എന്ത് ചെയ്യുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക ഇക്വേറ്റ് ചെയ്യാം. അടുത്തത് ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ ദ റിസൾട്ടന്റ് ഓഫ് പാരലൽ ഫോഴ്സസ്. അടുത്തത് എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. Consider number of parallel forces, say 3 like parallel forces P1, P2, P3. The resultant is required to be found. അപ്പോൾ എന്താണ് 3 ഫോഴ്സസ് ഉണ്ട്, 3 പാരലൽ ആണ്, ലൈക്ക് ഫോഴ്സസ് ആണ്, അതായത് സെയിം ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്നത്. P1, P2, P1, P2, P3 ആണ് എന്ത് ചെയ്യുന്നത് 3 പാരലൽ ഫോഴ്സസ് വരുന്നത്. സോ ഇപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. സോ ഇപ്പൊ ഇത് സ്പേസ് ഡയഗ്രാം, ഇത് വെക്ടർ ഡയഗ്രാം കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ സ്പേസ് ഡയഗ്രാം ഓഫ് ദ ഗിവൺ system of forces and name them according Bose notation. So എന്ത് ചെയ്യുക Bose notation യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഒരു സ്പേസ് ഡയഗ്രാം വരയ്ക്കുക. Now draw the vector diagram for the given force as shown in. So എന്ത് ചെയ്യുക നമുക്ക് ഈ വെക്ടർ ഡയഗ്രാം ഇനി എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. Select some suitable point A and draw AB equal to the force AB P1 and parallel to it to suit സം സ്യൂട്ടബിൾ സ്പീഡ്. അപ്പം എന്ത് ചെയ്യാം ഫസ്റ്റ് നമ്മൾ എ ബി എന്ന് പറയുന്ന ഫോഴ്സ് P1 എന്ന് പറയുന്ന ഫോഴ്സിന് പാരലലായിട്ട് എ ബി എന്ന് പറയുന്ന ഫോഴ്സ് വരക്കുക. അതല്ലെങ്കിൽ ഫസ്റ്റ് ഫോഴ്സ് എന്ത് ചെയ്യാം ഒരു വെക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെയിം അതിന് പാരലലായിട്ട് തന്നെ വരക്കുക. സിമിലർലി ഡ്രോ ബി സി ആൻഡ് സി ഡി ഈക്വൽ ടു ആൻഡ് പാരലൽ ടു ദ ഫോഴ്സസ് ബി സി ആൻഡ് സി ഡി ഫോർ P2, P3. ഇപ്പോൾ P2, P3ക്ക് എന്ത് ചെയ്യുക സെയിം
അതിന് പാരലായിട്ട് എന്ത് ചെയ്യുക, ബി സി അതുപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന ലൈൻസ് യൂസ് ചെയ്തിട്ട് P2 P3നെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വരക്കുക. അടുത്തത് നൗ ടേക്ക് ദ കൺവീനിയൻറ്റ് പോയിന്റ് O ആൻഡ് ജോയിൻ OA, OB, OC ആൻഡ് OD. എന്ത് ചെയ്യുക, നമ്മളൊരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് O എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, OA, OB, OC ആൻഡ് ODനെ ജോയിൻ ചെയ്യും. ഓക്കെ, സെലക്ട് പോയിന്റ് P on the line of action of force AB of space diagram through it draw a line LB parallel to AO. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഒരു P എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. സ്പേസ് ഡയഗ്രത്തിനകത്ത് എന്ത് ചെയ്യാം, P എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക. ദെൻ എന്ത് ചെയ്യാം, on the line of action of force AB or space diagram through it draw a line LB parallel to AO. അപ്പോൾ AOക്ക് പാരലൽ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഓക്കെ, ഇതാണ് നമുക്ക് 3 ഫോഴ്സസ് വന്നിട്ടുള്ളത്, P1, P2, P3. സോ നമുക്ക് ഇതിനെ P1, 2, 3 നമ്മൾ എന്ത് ചെയ്യാം, P1, P2, P3 എന്ന് കൺസിഡർ ചെയ്യാം. സോ ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതാണ് നമ്മുടെ 1 എന്ന് പറയുന്ന ഫോഴ്സ്. ദെൻ അടുത്തത് 2 എന്ന് പറയുന്ന ഫോഴ്സ്. ദെൻ ഇത് 3 എന്ന് പറയുന്ന ഫോഴ്സ്. ഓക്കെ, എന്ത് ചെയ്യാം, ഈ 3 ഫോഴ്സിനും പാരലായിട്ട് എന്ത് ചെയ്യാം, സെയിം ലൈനിൽ 3 ഫോഴ്സസും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് വരും. അടുത്തത് ഏതെങ്കിലും ഒരു പോയിന്റ് O കൺസിഡർ ചെയ്യുക. ആ ഒരു O എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഓരോ പോയിന്റ് നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്യും. ഓക്കെ, ഫോഴ്സ് 1ൽ നിന്ന് അതിന്റെ 2 പോയിന്റും ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന പോയിന്റ് ഫോഴ്സിന്റെ 2 പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ഈ 3 എന്ന് പറയുന്ന ഫോഴ്സിന്റെ 2 പോയിന്റും ജോയിൻ ചെയ്യും. ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ നമ്മുടെ സ്പേസ് ഡയഗ്രം എടുക്കുക. സ്പേസ് ഡയഗ്രത്തിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ഒരു പോയിന്റ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ A, B, C, D പേര് കൊടുക്കുക. സോ ഇപ്പൊ ഇതിനെ O എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, ഈ ഒരു സ്പേസ് ഡയഗ്രത്തിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഒരു P എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക. ആ ഒരു പോയിന്റിൽ നിന്ന് OAക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ദെൻ അടുത്തത് OBക്ക് പാരലൽ ആയിട്ട് എന്ത് ചെയ്യാം, സെക്കൻഡ് ഫോഴ്സിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ദെൻ അടുത്തത് തേർഡ് എന്താണ്, OCക്ക് പാരലൽ ആയിട്ട് എന്ത് ചെയ്യാം, തേർഡ് ഫോഴ്സിലേക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ദെൻ അടുത്തത് ODക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ലൈൻ, അതായത് ഇപ്പൊ ഇതിനെ നമുക്ക് പേര് കൊടുക്കാം. ഇതിനെ P, ഇപ്പൊ L, P, then Q, then R, പിന്നെ M. എന്ത് ചെയ്യുക, ഇനി നമ്മൾ എന്ത് ചെയ്യുക, LP അതേപോലെ തന്നെ എന്ത് ചെയ്യുക, RM-നെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഇപ്പൊ ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്, റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ വരുന്നത്. സോറി, ഇതാണ് റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇനി റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, AD ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഈ സ്റ്റെപ്സ് തന്നെയാണ് എന്ത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് താഴെ സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, the magnitude of the resultant force is given by the AD. So അടുത്തത് കപ്പിൾ എന്താന്ന് നോക്കാം. A pair of two equal and unlike parallel forces. അപ്പൊ എന്താണ്,
ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത് കപ്പിൾ എന്ന് പറയുന്നത്. എ പെയർ ഓഫ് ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് parallel forces ആണ് couple എന്ന് പറയുന്നത്. That is the force equal in magnitude with line of action parallel to each other and acting in opposite direction. അപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ സെയിമും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനാണ് അല്ലെങ്കിൽ ഫോഴ്സിന്റെ പെയേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കപ്പിൾ എന്ന് വിളിക്കുന്നത്. As a matter of fact, a couple is unable to produce any translatory motion. So ഇപ്പം എന്ത് ചെയ്യാൻ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ ഒരു കപ്പിളിന് പറ്റില്ല. But it produces a motion of rotation in the body on which it acts. The simplest example of a couple is force applied to a key of lock while locking or unlocking it. അപ്പോൾ എന്താണ് ഇതിന് സ്ട്രെയിറ്റ് ലൈനിൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം അതൊരു ബോഡിയിൽ എന്ത് ചെയ്യും ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയിൽ ഒരു റൊട്ടേഷണൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. എക്സാമ്പിൾ ആണ് എന്ത് ചെയ്യുന്നത് ഒരു കീ ലോക്ക് ചെയ്യുമ്പോഴോ അൺലോക്ക് ചെയ്യുമ്പോഴോ വരുന്ന ആക്ഷൻ. Then arm of a couple എന്താണ് കപ്പിൾഡ് ആം എന്താ നോക്കാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ടു ഈക്വൽ ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് ഈസ് നോൺ ആസ് ആം ഓഫ് കപ്പിൾ. അപ്പൊ രണ്ട് ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സസിന് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത് ആം ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൊമെന്റ് ഓഫ് കപ്പിൾ ഈസ് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദി ആം ഓഫ് കപ്പിൾ. അപ്പൊ ആം ഓഫ് കപ്പിളും ഈ ഒരു ഫോഴ്സും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് മൊമെന്റ് ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത്. The classification of couples. So the couples may be broadly classified into the following two categories depending upon their direction. Is the couple tend to rotate the body. അപ്പോൾ ഈ ഒരു ബോഡീനെ ഈ കപ്പിൾ ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലോക്ക് വൈസ് കപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾസ് ഉണ്ട്. സോ ക്ലോക്ക് വൈസ് കപ്പിൾ എന്താണെന്ന് നോക്കാം. A couple whose tendency to rotate the body on which it acts in a clockwise direction is known as clockwise couple. അപ്പോൾ ഒരു ബോഡീനെ എന്ത് ചെയ്യുക അത് ആക്ട് ചെയ്യുന്ന ബോഡീനെ ക്ലോക്ക് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ക്ലോക്ക് കപ്പിൾ, അതല്ലെങ്കിൽ such a couple is also called positive couple. An anti-clockwise couple എന്ന് പറയുമ്പോൾ a couple whose tendency is to rotate the body on which it acts in a anti-clockwise direction is known as anti-clockwise couple. Such a couple is also called a negative couple. So ഇപ്പോൾ എന്ത് ചെയ്യുക ഒരു ആക്ട് ചെയ്യുന്ന ബോഡീനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ അല്ലെങ്കിൽ നെഗറ്റീവ് കപ്പിൾ എന്ന് വിളിക്കാം. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കപ്പിൾ വെദർ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് ഹാസ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിലും ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആയിരിക്കും. The algebraic sum of forces constituting the couple is 0. ഈ ഒരു കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ആൾജിബ്രായിക് സം 0 ആയിരിക്കും. The algebraic sum of moment of force constituting the couple about any point is same and equal to the moment of the couple itself. അപ്പോൾ ഏതൊരു പോയിന്റിനെ അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യാം നമ്മൾ മൊമെന്റ് എടുക്കുക. ഓക്കെ, കപ്പിളിന്റെ മൊമെന്റ് എടുക്കുക. എന്നിട്ട് അവരുടെ algebraic sum എന്തായിരിക്കും ഏത് പോയിന്റിനെ അബൌട്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സെയിം ആയിരിക്കും വരുന്നത് ആൻഡ് ഈക്വൽ ടു ദ മൊമെന്റ് ഓഫ് കപ്പിൾ. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കപ്പിളിന്റെ മൊമെന്റിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. A couple cannot be balanced by a single force, but it can be balanced only by a couple of opposite sense. അപ്പോൾ എന്താണ് ഒരു കപ്പിളിനെ നമുക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഒരു ഫോഴ്സ് കൊണ്ട് പറ്റില്ല, എന്ത് ചെയ്യണം ഓപ്പോസിറ്റ് സെൻസിലുള്ള ഒരു കപ്പിൾ തന്നെ വേണം. Any number of coplanar couples can be reduced to a single couple whose magnitude will equal to algebraic sum of the moment of all the couples. അപ്പോൾ കോപ്ലാനാർ കപ്പിൾസിന് നമ്പർ ഓഫ് കോപ്ലാനാർ കപ്പിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിംഗിൾ കപ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൂസ് മാഗ്നിറ്റ്യൂഡ് വിൽ ഈക്വൽ ടു algebraic sum of moment of all couples. അപ്പോൾ എല്ലാ കപ്പിൾസിന്റെയും മൊമെന്റ്സിന്റെ algebraic sumന് ഈക്വൽ ആയിട്ടുള്ള ഈക്വൽ മാഗ്നിറ്റ്യൂഡിലുള്ള എന്ത് ചെയ്യുക ഒരു സിംഗിൾ കപ്പിളായി ആയിരിക്കുന്നതാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന എനി നമ്പർ ഓഫ് കപ്പിൾ. ഈ ഒരു ചാപ്റ്റർ എത്രയാണ് വരുന്നത്, അതായത് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് ആണ് ചാപ്റ്റർ 5 വരുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം മറ്റു വീഡിയോസിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം.
വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ടഫുള്ള സബ്ജക്ട് പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലംസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.